بسم الله والحمد لله الصلاة والسلام على أشرف رسول الله والآل كل والصحابة أجمعين أما بعد. പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാരെ, ജീവിതത്തിലൊരിക്കൽ കൂടി ഒരു ദുൽഹജ്ജ് മാസം, വിശുദ്ധ ബലി പെരുന്നാൾ ദിനം നമ്മിലേക്ക് കടന്നു വരുന്നു. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാൻ ആവശ്യമായ കർമ്മങ്ങൾ ചെയ്യാൻ ലഭിക്കുന്ന സുപ്രധാനമായ മുഹൂർത്തങ്ങളിലൊന്നാണ് ദുൽഹജ്ജും ബലിപെരുന്നാൾ ദിനങ്ങളും. ദുൽഹജ്ജ് 1 മുതൽ 10 കൂടിയ ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട മുഹൂർത്തമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയിട്ടുണ്ട്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി തആല മിൻ ഹാദിഹിൽ അയ്യാം, യാനി അയ്യാമൽ അശർ. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത വിശുദ്ധ വചനം, ദുൽഹജ്ജ് 1 മുതൽ 10 കൂടിയ ദിവസങ്ങളെക്കാൾ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങൾ വേറെയില്ല. വിശുദ്ധ റമളാൻ 12 മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമാണ്. വിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ മറ്റു മാസങ്ങളിൽ, മറ്റു സമയങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു മുഹൂർത്തമാണ് ദുൽഹജ്ജ് 1 മുതൽ 10 കൂടിയ ദിവസങ്ങൾ. സൽക്കർമ്മങ്ങൾക്ക് ഏറെ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങൾ. വിജയിക്കാൻ ആഗ്രഹിക്കുന്ന നാം എല്ലാവരും ഇത്തരം മുഹൂർത്തങ്ങൾ മനസ്സറിഞ്ഞ് ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ദുൽഹജ്ജിന്റെ തുടക്കത്തിലുള്ള കർമ്മം നോമ്പ്. ദുൽഹജ്ജ് 1 മുതൽ 9 അടങ്ങിയ ദിവസങ്ങളിൽ 9 ദിവസവും നോമ്പ് സുന്നത്തുണ്ട്. കൂട്ടത്തിൽ ദുൽഹജ്ജ് 8-നും 9-നുമുള്ള 2 നോമ്പുകൾക്ക് ഏറെ പ്രാധാന്യം ഉണ്ട്. അക്കൂട്ടത്തിൽ തന്നെ ദുൽഹജ്ജ് 9-ന്റെ അറഫ ദിനം, ദുൽഹജ്ജ് 9-ാം തീയതിയിലെ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതും വളരെ ശക്തമായ സുന്നത്തുമാണ്. യുകഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ. 2 വർഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾക്ക് മാപ്പ് ലഭിക്കാനുള്ള കാരണമായി അള്ളാഹു നിശ്ചയിച്ചതാണ് ദുൽഹജ്ജ് 9-ന്റെ അറഫാ ദിനത്തിലെ നോമ്പ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ദുൽഹജ്ജിലെ 1 മുതൽ 10 കൂടിയ ദിവസങ്ങൾ പരമാവധി സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ആ സുന്നത്ത് നോമ്പ് നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഏറ്റവും ചുരുങ്ങിയത് ദുൽഹജ്ജ് 9-ന്റെ ഒരു നോമ്പെങ്കിലും എടുക്കാൻ സാധിച്ചാൽ വലിയ ഭാഗ്യമാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബലിപെരുന്നാൾ ദിനവുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്രമമാണ് ഉളഹിയ്യത്ത്. പെരുന്നാൾ ക്രമങ്ങളുടെ കൂട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ളതും പ്രതിഫലം ലഭിക്കുന്നതുമായ ക്രമമാണ് ഉളഹിയ്യത്ത്. ഉളഹിയ്യത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യത്തിലേക്കൊന്നും ഇപ്പോൾ ഞാൻ സംസാരം കൊണ്ടുപോകുന്നില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രിയപ്പെട്ട സ്വഹാബികൾ ചോദിച്ചു ഉളഹിയ്യത്തിനെ കുറിച്ച്. മാ ശഅ്നുൽ അളാഹി, ഉളഹിയ്യത്തിന്റെ പ്രാധാന്യം എന്താണ്? ഉളഹിയ്യത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി നൽകിയ മറുപടി, സുന്നത്തു അബീക്കും ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ വലിയ ത്യാഗോജ്വലമായ അല്ലാത്ത ഒരു സമർപ്പണം ഉൾക്കൊള്ളുന്ന ആ സംഭവത്തിന്റെ സ്മരണ. ചരിത്ര വിശദീകരണം ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം അള്ളാഹുവിനെ സമർപ്പിക്കുന്ന ആ വല്ലാത്ത സമർപ്പണ ബോധം. വിശുദ്ധരായ എല്ലാ അംബിയ മുർസലുകളുടെയും രീതി അത് തന്നെയാണ്. കൂട്ടത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ സാധാരണക്കാർക്ക് വരെ മനസ്സിലാക്കാവുന്ന രൂപത്തിൽ ആ സമർപ്പണ ബോധം ഉയർന്നു നിൽക്കുന്നുണ്ട്. വാർദ്ധക്യത്തിലെത്തിയിട്ടും സന്താനത്തെ ലഭിക്കാത്ത സങ്കടം അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും റബ്ബിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു അടുത്തേക്ക് സമ്മാനമായി നൽകിയ സ്വപുത്രനെ ബലി നൽകാൻ അള്ളാഹു നിർദ്ദേശിച്ചപ്പോൾ യാതൊരു മാനസിക പ്രയാസവുമില്ലാതെ, രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ലാതെ അതിന് തയ്യാറാവുകയും റബ്ബിന്റെ നിർദ്ദേശം എന്താണോ അതങ്ങ് നടപ്പിലാക്കുക, ഞാനത് ക്ഷമിക്കും, എന്നെ ക്ഷമാശീലരിൽ അങ്ങേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് പൂർണ്ണ സംതൃപ്തിയോടെ പറയുകയും ചെയ്ത ആ പിഞ്ചുബാലൻ, അവരുടെയൊക്കെ ജീവിതത്തിലെല്ലാം അള്ളാഹുവിനെ സമർപ്പിക്കുന്ന ആ വലിയ സംഭവത്തിന്റെ ഓർമ്മ സ്മരണയാണ് ഉളഹിയ്യ. സ്വഹാബികൾ ചോദ്യം തുടർന്നു,
മാലനാ ഫീഹ, ഉലഹിയ്യത്ത് കർമ്മത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബികുല്ലി ശഅറത്തിൻ ഹസന, ഓരോ രോമത്തിനും ഒരു ഹസന, ഓരോ രോമവും ഒരു സൽക്കർമ്മമാണ്. ഇസ്ലാമിക പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വസ്തുതയുണ്ട്, വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു സൽക്കർമ്മം ചുരുങ്ങിയത് 10 കണക്കാക്കപ്പെടും. ഇപ്പോൾ ഉൽഹിയ കർമ്മം ബലിമൃഗത്തിന്റെ ഓരോ രോമത്തിനും അനുസരിച്ച് ചുരുങ്ങിയത് 10 പ്രതിഫലം ലഭിക്കുന്ന, ഏറെ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണ് ഉൽഹിയ. അതോടൊപ്പം ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് പാപങ്ങൾക്ക് മാപ്പ് ലഭിക്കാൻ വേണ്ടി അള്ളാഹു നിശ്ചയിച്ച കർമ്മവും കൂടിയുമാണ് ഉൽഹിയ. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ഉൽഹിയത്തിനെ കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. ഉൽഹിയത്ത് അറക്കപ്പെടുമ്പോൾ ആ അറവ് തുടങ്ങുന്നതോടെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾക്ക് അള്ളാഹു മാപ്പ് നൽകും. അവിടുന്ന് ചോദിച്ചു, ഹല്ലനാ ഖാസ്സ ഔ ലിഅമ്മത്തിൽ മുസ്ലിമീൻ, ഉൽഹിയത്ത് മുഖേന പാപങ്ങൾക്ക് മാപ്പ് ലഭിക്കും, പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറയുന്നത് നബി കുടുംബത്തിന് മാത്രമുള്ളതാണോ, അതല്ല സർവ്വ മുസ്ലിങ്ങൾക്കുമുള്ളതാണോ? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ലനാ വ ലിഅമ്മത്തിൽ മുസ്ലിമീൻ. ഇപ്പോൾ വലിയ പ്രതിഫലമുള്ള, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി റബ്ബ് നിശ്ചയിച്ച, പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു നിശ്ചയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഉൽഹിയ. ഉൽഹിയത്ത് സുന്നത്താണ്. നേർച്ചയാക്കുക പോലെയുള്ള മാർഗങ്ങളിലൂടെ നിർബന്ധമായി മാറുമെങ്കിലും അടിസ്ഥാനപരമായി അതിന്റെ വിധി സുന്നത്താണ്. ആർക്കെല്ലാമാണ് ഉൽഹിയത്ത് സുന്നത്താകുന്നത്? പെരുന്നാളിന്റെ ഒരു ദിവസം തന്റെയും താൻ ചെലവ് നൽകൽ നിർബന്ധമുള്ള ആശ്രിതരുടെയും ആവശ്യങ്ങൾ കഴിഞ്ഞ് ഉൽഹിയത്ത് കർമ്മം നിർവഹിക്കാൻ ആവശ്യമായ സമ്പത്ത് മിച്ചം വരുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും ഉൽഹിയത്ത് സുന്നത്താണ്. അങ്ങനെ സാമ്പത്തികമായി സാധിക്കുന്നവർ ഓരോ വർഷവും അതാത് വർഷത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പെരുന്നാളിന്റെ ഒരു ദിവസം തന്റെയും തന്റെ ആശ്രിതരുടെയും ചെലവുകൾ കഴിഞ്ഞ് ഉൽഹിയത്ത് നിർവഹിക്കാൻ ആവശ്യമായ സമ്പത്ത് മിച്ചമുണ്ടെങ്കിൽ ഉൽഹിയത്ത് സുന്നത്താണ്. ഉപേക്ഷിക്കൽ കറാഹത്താണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സുന്നത്തുള്ള കർമ്മമല്ല ഉൽഹിയത്ത്. ഓരോ ബലിപെരുന്നാളിനോടനുബന്ധിച്ചും നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ഉൽഹിയത്ത് സുന്നത്താണ്, ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഉൽഹിയത്തിന് നിശ്ചിത മൃഗങ്ങളുണ്ട്. നഅമ്, ആട്, മാട്, ഒട്ടകങ്ങളാണ് ഉൽഹിയത്തിന്റെ മൃഗം. മറ്റു മൃഗങ്ങൾ ഉൽഹിയത്തിൽ സ്വീകാര്യമല്ല. ആട്, മാട്, ഒട്ടകം. അതിന് നിശ്ചിത വയസ്സ് നിബന്ധനയുണ്ട്. ആട് ലഇന്, മഅ്സ് 2 വകുപ്പിലുള്ള ആടുകളുണ്ട്. ലഇന് വകുപ്പിൽപ്പെട്ട ആടാണെങ്കിൽ 1 വയസ്സ് പൂർത്തിയാവണം, അല്ലെങ്കിൽ അതിനു മുമ്പ് പല്ല് പറിയണം എന്നതാണ് അതിന്റെ നിബന്ധന. മഅ്സ് വകുപ്പിൽപ്പെട്ട ആടാണെങ്കിൽ 2 വയസ്സ് പൂർത്തിയാവണം. മാട്, നമ്മുടെ നാട്ടിലെ കാള, മൂരി, പോത്ത്, പശു, എരുമ എല്ലാം മാട് എന്ന വകുപ്പിൽപ്പെട്ടതാണ്. അതെല്ലാം ഉൽഹിയത്തിന് സ്വീകാര്യമാണ്. അതിന് 2 വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന നിബന്ധനയുണ്ട്. ഒട്ടകത്തെയാണ് അറക്കുന്നതെങ്കിൽ 5 വയസ്സ് പൂർത്തിയാവണം. സാധാരണ നമ്മുടെ നാടുകളിൽ ആടിനെയും മാടിനെയുമാണ് ഇവിടങ്ങളിലൊക്കെ കൂടുതലും അറക്കാറുള്ളത്. അപ്പോൾ ഇവിടുത്തെ സാധാരണ ആടുകൾ മഅ്സ് വകുപ്പിൽപ്പെട്ട ആടാണ്. അതുകൊണ്ട് അതിന് 2 വയസ്സ് പൂർത്തിയാവേണ്ടതുണ്ട്. ഇവിടെയൊക്കെ വയസ്സ് തികയെന്ന് പറഞ്ഞാൽ വയസ്സ് പൂർത്തിയാവുക തന്നെ വേണം. 2ാം വയസ്സ് ആരംഭിച്ചത് കൊണ്ട് മതിയാകുന്നതല്ല, 2 പൂർത്തിയായി 3ലേക്ക് പ്രവേശിച്ചിരിക്കണം. ഒട്ടകത്തെയാണ് ഉൽഹിയത്ത് കർമ്മം നിർവഹിക്കുന്നതെങ്കിൽ 5 വയസ്സ് പൂർത്തിയായി 6ാം വയസ്സിലേക്ക് കടന്നിരിക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്ന മൃഗമാണെങ്കിൽ വയസ്സിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. കാലിച്ചന്തകളിൽ നിന്ന് വാങ്ങുന്ന മൃഗങ്ങളാണെങ്കിൽ മൃഗത്തെ വളർത്തിയും വാങ്ങിയും വിറ്റും ഒക്കെ പരിചയമുള്ള ആളുകൾ അവരുടെ കാഴ്ചയിൽ അതിന് 2 വയസ്സ് പൂർത്തിയായിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് മാനദണ്ഡം. വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എന്നവർ പറഞ്ഞാൽ അത് അംഗീകൃതമാണ്. അതനുസരിച്ച് ഉൽഹിയത്ത് കർമ്മം നിർവഹിക്കാവുന്നതാണ്. വയസ്സിന് പുറമെ ന്യൂനതകളില്ലാത്തതായിരിക്കണം എന്ന നിബന്ധനയുണ്ട്. മാംസം കുറവ് വരുന്ന ന്യൂനതകളില്ലാതിരിക്കണം. ഇപ്പോൾ മാംസം കുറഞ്ഞിട്ടുണ്ടോ എന്നത് മാത്രമല്ല, ഇപ്പോൾ കുറവ് വന്നില്ലെങ്കിൽ പോലും മാംസം കുറയാനിടയുള്ള ന്യൂനതകളും രോഗങ്ങളും ഉണ്ടാവരുത്. മാംസ താല്പര്യക്കാർക്ക് താല്പര്യമില്ലാത്ത വിധം മെലിഞ്ഞൊട്ടിയ മൃഗം, ഭ്രാന്തുള്ളത്, ചെവി, നാവ്, അകിട്, വാല് തുടങ്ങിയവയിൽ നിന്ന് അല്പമെങ്കിലും മുറിച്ചു കളയപ്പെട്ടത്, ഒരു കണ്ണിനെങ്കിലും കാഴ്ച നഷ്ടപ്പെട്ടത്, വ്യക്തമായി മുടന്തുള്ളത്, ശക്തിയായ രോഗമുള്ളത്,
കുറഞ്ഞ തോതിലാണെങ്കിൽ പോലും ചൊറി ബാധിച്ചത്, എല്ലൊടിഞ്ഞത്, ജന്മനാ ചെവിയില്ലാത്തത് തുടങ്ങിയവയൊന്നും ഉദഹിയത്തിൽ പറ്റില്ല. അറവിനു വേണ്ടി മൃഗത്തെ കിടത്തുന്ന സമയത്താണെങ്കിൽ പോലും എല്ല് പൊട്ടുന്നതാതെയും പരിക്കുകൾ വരാതെയും സൂക്ഷിക്കണം. അറവിനു വേണ്ടി മൃഗത്തെ കിടത്തുന്ന രൂപത്തിലാണെങ്കിൽ പോലും എല്ല് പൊട്ടിയാൽ അത് ഉദഹിയത്തിന് ന്യൂനതയാണ്, അത് മുഖേന ഉദഹിയത്ത് ലഭിക്കുന്നതല്ല. പല്ലുകൾ മുഴുവനും നഷ്ടപ്പെട്ട മൃഗമാണെങ്കിൽ ഉദഹിയത്തിന് പറ്റില്ല. കൊമ്പുകൾ ഇല്ല, അല്ലെങ്കിൽ കൊമ്പ് മുറിഞ്ഞു പോയിട്ടുണ്ട് എന്നതുകൊണ്ട് ഉദഹിയത്തിന് അയോഗ്യതയില്ല. ഏറ്റവും നല്ല ഭംഗിയുള്ള കൊമ്പുകൾ ഉള്ളതാണ് ഏറ്റവും ഉത്തമമെങ്കിലും കൊമ്പുകൾ പൊട്ടിപ്പോയതിനെ അറുത്താലും ഉലഹിയത്ത് എന്ന കർമ്മം ലഭ്യമാകുന്നതാണ്. ഉലഹിയത്തിന് നിശ്ചിത സമയമുണ്ട്. പെരുന്നാൾ ദിവസത്തിലെ ദുൽഹജ്ജ് 10 ബലിപെരുന്നാൾ ദിവസത്തിൽ സൂര്യൻ ഉദിച്ചതിന് ശേഷം മിനിമം രൂപത്തിൽ 2 റക്അത്ത് നിസ്കാരവും 2 ഖുത്ബയും നിർവഹിക്കാൻ ആവശ്യമായ സമയം കഴിഞ്ഞത് മുതലേ ഉലഹിയത്തിന്റെ സമയം തുടങ്ങുകയുള്ളൂ. ദുൽഹജ്ജ് 13 മഗ്രിബ് സൂര്യാസ്തമയം വരെ സമയമുണ്ട്. 13 സൂര്യാസ്തമയത്തിന് ശേഷം അറവ് നടത്തിയാൽ ഉലഹിയത്താവുകയില്ല. ഇടയിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉലഹിയത്ത് മൃഗത്തിന് നിശ്ചിത വയസ്സിനാം നിബന്ധനയായി പറഞ്ഞു. അതുപോലെ തന്നെ മറ്റ് ന്യൂനതകളിൽ നിന്ന് സുരക്ഷിതമായിരിക്കണമെന്നും നിബന്ധനയുണ്ട്. എന്നാൽ ന്യൂനതയുള്ള ഒരു നിശ്ചിത മൃഗത്തെ നിശ്ചിത രൂപത്തിൽ നേർച്ചയാക്കിയാൽ, അല്ലെങ്കിൽ ഒരു നിശ്ചിത മൃഗത്തെ ഈ മൃഗത്തെ ഞാൻ ഉലഹിയത്തിറക്കാൻ നേർച്ചയാക്കി എന്ന രൂപത്തിൽ നേർച്ചയാക്കിയാൽ ആ നേർച്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് തന്നെ അതിന് അറവ് നടത്തൽ നിർബന്ധമാണ്. വയസ്സ് തികയാൻ കാത്തിരിക്കാൻ പാടില്ല. വയസ്സ് തികയാൻ വേണ്ടി നീട്ടിവെക്കാൻ പാടില്ല. ന്യൂനതയുള്ളതാണെങ്കിൽ പോലും അതിനെ തന്നെ അറവ് നടത്തൽ നിർബന്ധമാണ്. പകരം മറ്റൊന്നിനെ അറുത്താൽ മതിയാവുകയില്ല. അപ്പൊ നിശ്ചിത വയസ്സ് നിബന്ധന ഉണ്ട് എന്നതിന്റെ അർത്ഥം, അല്ലെങ്കിൽ മറ്റ് ന്യൂനതകൾ ഇല്ലാതിരിക്കണം എന്നതിന്റെ അർത്ഥം, സുന്നത്തായ ഉലഹിയത്ത് ലഭിക്കാൻ ഒരു മൃഗത്തെ അറക്കുമ്പോൾ, അല്ലെങ്കിൽ കേവലം ഇന്ന മൃഗം ഈ മൃഗം എന്ന നിശ്ചിത സ്വഭാവമില്ലാതെ ഞാനൊരു ഉലഹിയത്തിറക്കാൻ നേർച്ചയാക്കി എന്ന രൂപത്തിൽ നേർച്ചയാക്കി അവർ കർമ്മം നടത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിശ്ചിത വയസ്സ് പൂർണ്ണമായതും ന്യൂനതകൾ ഇല്ലാത്തതുമായ മൃഗത്തെ വാങ്ങി തന്നെ അറുക്കണം. എന്നാലേ ഉലഹിയത്തിന്റെ സുന്നത്ത് ലഭിക്കുകയുള്ളൂ. നേർച്ചയാക്കിയവർക്ക് നേർച്ച ബാധ്യത വീടുകയുള്ളൂ. അതേസമയം നിശ്ചിതമായ രൂപത്തിൽ ഈ മൃഗത്തെ ഉലഹിയത്തിറക്കാൻ നേർച്ചയാക്കി എന്ന രൂപത്തിൽ നേർച്ചയാക്കിയാൽ വയസ്സ് തികയാൻ കാത്തിരിക്കേണ്ടതില്ല. ന്യൂനതകളുണ്ട് എന്നതാ നേർച്ചക്ക് പ്രശ്നമല്ല. നേർച്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യ ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അതിനെ അറവ് നടത്തൽ നിർബന്ധമാണ്. നീട്ടിവെക്കാൻ പാടില്ല. അതിനറുത്താൽ തന്നെ ആ നേർച്ചയുടെ ബാധ്യത അവസാനിക്കുന്നതുമാണ്. ഇനി 1-2 ചോദ്യങ്ങൾക്ക് മറുപടി നാം കാണുകയാണ്. ഉലഹിയത്ത് കർമ്മം നടത്തിയവർ ആ മൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് ഭക്ഷിക്കാൻ പറ്റുമോ? ഉലഹിയത്തിന്റെ മാംസം ധനികർക്ക് നൽകാൻ പറ്റുമോ? ഉലഹിയത്തിന്റെ മാംസം അഹ്ലുബൈത്തിന് നൽകാമോ? മറുപടി, ഉലഹിയത്ത് 2 രൂപത്തിലുണ്ട്. സുന്നത്തായ ഉലഹിയത്തുമുണ്ട്, നേർച്ച പോലെയുള്ളതിലൂടെ നിർബന്ധമായി മാറിയ ഉലഹിയത്തുമുണ്ട്. സുന്നത്തായ ഉലഹിയത്താകുമ്പോൾ അതിൽ നിന്ന് കുറഞ്ഞ ഭാഗം, അല്പമെങ്കിലും ഭാഗം, നിസാരമല്ലാത്ത അല്പമെങ്കിലും മാംസം സക്കാത്തിന്റെ അവകാശികളായ ഫക്കീർ, മിസ്കീൻ, ദരിദ്രർ, അഗതികൾ അവർക്ക് വിതരണം ചെയ്യൽ നിർബന്ധമാണ്. സുന്നത്തായ ഉലഹിയത്ത് പൂർണ്ണമായും അവർക്ക് നൽകണം എന്നില്ല. സുന്നത്തായ ഉലഹിയത്തിൽ നിന്ന് നിസാരമല്ലാത്ത അല്പമെങ്കിലും മാംസം ഫക്കീർ, മിസ്കീൻ വിഭാഗത്തിന് നൽകൽ നിർബന്ധമാണ്. അല്പമേ അവർക്ക് നൽകൽ നിർബന്ധമുള്ളൂ. അതുകൊണ്ട് സുന്നത്തായ ഉലഹിയത്തിൽ നിന്ന് കർമ്മം നടത്തിയവർ അവന്റെ വീട്ടുകാർ മാംസം എടുത്ത് ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. സുന്നത്തായ ഉലഹിയത്തിൽ നിന്ന് സക്കാത്തിന്റെ അവകാശികളല്ലാത്ത സമ്പന്നർക്ക് മാംസവും മറ്റും നൽകുന്നതിന് വിരോധമില്ല. സുന്നത്തായ ഉലഹിയത്തിൽ നിന്ന് അഹ്ലുബൈത്തിന് നൽകുന്നതിന് വിരോധമില്ല. അതേസമയം നേർച്ചയിലൂടെയോ മറ്റോ നിർബന്ധമായി തീർന്ന ഉലഹിയത്താണെങ്കിൽ അത് പൂർണ്ണമായും സക്കാത്തിന്റെ അവകാശികളായ ഫക്കീർ, മിസ്കീനുകൾക്ക് തന്നെ സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ട് നിർബന്ധമായ ഉലഹിയത്തിൽ നിന്ന് അല്പം പോലും കർമ്മം നടത്തിയ വ്യക്തിയോ അവൻ ചെലവ് കൊടുക്കാൻ നിർബന്ധമുള്ളവരോ എടുത്തു ഭക്ഷിക്കാൻ പാടില്ല. അപ്രകാരം തന്നെ നിർബന്ധമായ ഉലഹിയത്തിൽ നിന്ന് അല്പം പോലും സക്കാത്തിന്റെ അവകാശികളല്ലാത്ത സമ്പന്നർക്ക് നൽകാൻ പാടില്ല. അതുപോലെ തന്നെ നിർബന്ധമായ ഉലഹിയത്തിൽ നിന്ന് അല്പം പോലും അഹ്ലുബൈത്തിന് നൽകാൻ പാടില്ല.
കാരണം നിർബന്ധമായ ഉദ്ഹിയത്ത് പൂർണ്ണമായും സക്കാത്തിന്റെ അവകാശികളും അർഹരുമായ ഫക്കീർ മിസ്കീനുകൾക്ക് നൽകൽ നിർബന്ധമാണ്. അവർക്ക് തന്നെ സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ്. സ്വന്തത്തിനോ കർമ്മം നിർവഹിച്ച വ്യക്തി ചെലവ് നൽകൽ നിർബന്ധമുള്ളവർക്കോ എടുക്കാൻ പാടില്ല. ധനികർക്ക് നൽകാൻ പാടില്ല. അഹ്ലുബൈത്തിന് നൽകാൻ പാടില്ല.